ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സനിതാസ് ഓൺലൈൻ ക്ലാസ്സസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്നോടൊപ്പം ഉണ്ടായിരിക്കൂ, എന്നോടൊപ്പം ഉണ്ടായിരിക്കൂ. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ബി വിത്ത് മീ, ബി വിത്ത് മീ. അത് മടക്കൂ, അത് മടക്കൂ. ഫോൾഡ് ഇറ്റ്, ഫോൾഡ് ഇറ്റ്. തിരക്ക് കൂട്ടരുത് അല്ലെ. നമ്മൾ എന്തെങ്കിലും പബ്ലിക് സ്പേസിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനൊക്കെ ആട്ടെ, അപ്പൊ നമ്മൾ പറയുന്നതാണ് തിരക്ക് കൂട്ടരുത് എന്ന് പറയും അല്ലെ. എങ്ങനെയാണ് തിരക്ക് കൂട്ടരുത് എന്ന് പറയാം? ഡോണ്ട് റഷ്, ഡോണ്ട് റഷ്. നമ്മൾ കടയിൽ ചെന്ന് ഒരു സാധനം എടുത്തു, അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് അതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അയാൾ പറയണം അതല്ല അല്ലെ, അതല്ല എന്ന് പറയാ. എങ്ങനെയാണ്? നോട്ട് ദാറ്റ്, നോട്ട് ദാറ്റ്. വിശ്രമിക്കൂ അല്ലെ. നമ്മൾ കുറച്ചു നേരം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ടയേർഡ് ആയപ്പോ നമ്മൾ പറയണം കുറച്ചു നേരം വിശ്രമിക്കൂ എന്ന് പറയാം അല്ലെ. എങ്ങനെയാണ് വിശ്രമിക്കൂ എന്ന് പറയാം? ടേക്ക് റെസ്റ്റ്, ടേക്ക് റെസ്റ്റ്. ശ്രദ്ധയോടെ കേൾക്കൂ, ശ്രദ്ധയോടെ കേൾക്കൂ. എങ്ങനെയാണ്? ലിസൺ കെയർഫുള്ളി, ലിസൺ കെയർഫുള്ളി. അതും വായിക്കൂ, അതും വായിക്കൂ. എങ്ങനെ പറയാം? റീഡ് ഇറ്റ് ഓൾസോ, റീഡ് ഇറ്റ് ഓൾസോ. അല്ലെങ്കിൽ എങ്ങനെയും പറയാം? റീഡ് ദാറ്റ് ടു, റീഡ് ദാറ്റ് ടു. ഇങ്ങനെ രണ്ട് സെന്റൻസും അവിടെ ഉപയോഗിക്കാം. അതിനാൽ, അതിനാൽ, മഴ പെയ്തതിനാൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതിനാൽ. എങ്ങനെയാണ്? therefore, therefore. അത് മതി അല്ലെ. നമ്മൾ പറയാം അത്രയും മതി, ഇനി കൂടുതലൊന്നും വേണ്ട എന്നെങ്ങനെയാ പറയാ? that's enough, that's enough. അത് വൃത്തിയാക്കൂ, അത് വൃത്തിയാക്കൂ. വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക അല്ലെ. അപ്പൊ അത് വൃത്തിയാക്കുക എന്ന് പറയുമ്പോഴോ ക്ലീൻ ഇറ്റ്, ക്ലീൻ ഇറ്റ്. അവൾ ചിരിച്ചു, അവൾ ചിരിച്ചു. ഷീ സ്മൈൽഡ്, ഷീ സ്മൈൽഡ്. സ്മൈൽ ചിരിക്കുക അല്ലെ. സ്മൈൽഡ് ഇഡി ഫോം ചേർത്തോണ്ടാണ് ചിരിച്ചു എന്നർത്ഥം വരുന്നത്. കഴിഞ്ഞു പോയ കാര്യമാണല്ലോ. എന്നേക്കും, എന്നേക്കും. ഫോർ എവർ, ഫോർ എവർ. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കും അല്ലെ. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പറയും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്ന് പറയാം അല്ലെ. എങ്ങനെയാണ്? ട്രൈ ദിസ്, ട്രൈ ദിസ്. അവിടെ പോകൂ, അവിടെ പോകൂ. ഗോ ദേർ, ഗോ ദേർ. അവനെ പിന്തുടരൂ, അവനെ പിന്തുടരൂ. ഫോളോ ഹിം, ഫോളോ ഹിം. എന്നെ ഒറ്റയ്ക്ക് വിടൂ അല്ലെ. നമ്മൾ ഭയങ്കര ടെൻഷൻ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പറയും എന്നെ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ വിടൂ എന്ന് പറയും അല്ലെ. അപ്പൊ എന്നെ ഒറ്റയ്ക്ക് വിടൂ എങ്ങനെ പറയാം? ലീവ് മീ അലോൺ, ലീവ് മീ അലോൺ. അകത്ത് നിൽക്കൂ, അകത്ത് നിൽക്കൂ. എങ്ങനെ പറയാം? സ്റ്റേ ഇൻസൈഡ്, സ്റ്റേ ഇൻസൈഡ്. ഞങ്ങൾ അവിടെ പോയി അല്ലെ. ഞങ്ങൾ അവിടെ പോയി. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരിടത്ത് പോയി നമ്മൾ ഞങ്ങൾ ഇന്നലെ അവിടെ പോയി എന്ന് പറയും അല്ലെ. അപ്പൊ പോയി എന്ന് പറയുമ്പോ കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ്? വി വെന്റ് ദേർ, വി വെന്റ് ദേർ. ഗോയുടെ B2 ഫോം എടുക്കണം അല്ലെ. വി വെന്റ്, ഗോ വെന്റ്, ഗോൺ അല്ല പറയാ. അപ്പൊ B2 ഫോം വെന്റ്, വി വെന്റ് ദേർ. ഞങ്ങൾ അവിടെ പോയി. ഷോപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോ കുറെ ഡ്രസ്സ് കാണിക്കും അല്ലെ. ഇതിൽ ഏതാ വേണ്ടുന്നേ, ഇതിൽ നിനക്ക് ഏതാണ് വേണ്ടുന്നത് എന്ന് നമ്മൾ ചോദിക്കും അല്ലെ. അതിലേതാണ് നിനക്ക് വേണ്ടുന്നത്, അതിലേതാണ് നിനക്ക് വേണ്ടതെന്ന് നമ്മള് ചോദിക്കും. എങ്ങനെ പറയാം? വിച്ച് വൺ, വിച്ച് വൺ ഡു യു വാണ്ട് അല്ലെ. അതിലേതാണ് നിനക്ക് വേണ്ടത്? വിച്ച് വൺ ഡു യു വാണ്ട്, വിച്ച് വൺ ഡു യു വാണ്ട് എന്നിങ്ങനെ ചോദിക്കാം. അവൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, അവൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ചേർക്കാം? നമ്മള് ING ഫോം വെർബിന്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഏത് ഫോമാണ്? ING ഫോം. ഇപ്പൊ കുക്ക് ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കുക അല്ലെ. കുക്കിംഗ് ING ഫോം കൂടെ ചേർക്കാം. അപ്പൊ സെന്റൻസ് എങ്ങനെയാവും? ഷീസ് കുക്കിംഗ്, ഷീസ് കുക്കിംഗ്. അവിടെ നോക്കൂ, അവിടെ നോക്കൂ. എങ്ങനെ പറയാം? ലുക്ക് ദേർ, ലുക്ക് ദേർ. നീ എപ്പോൾ വരും, നീ എപ്പോൾ വരും. എങ്ങനെ ചോദിക്കാം? എപ്പോൾ എന്നുള്ളതിന്റെ വാക്ക് ഏതാണ്? വെൻ. അപ്പൊ എങ്ങനെയായിരിക്കും സെന്റൻസ്? വെൻ വിൽ യു കം, വെൻ വിൽ യു കം. ഞാൻ നിന്റെ കൂടെ വരട്ടെ, ഞാൻ നിന്റെ കൂടെ വരട്ടെ. എങ്ങനെയാണ് സെന്റൻസ് പറയാം? ഒരു റിക്വസ്റ്റ് നമ്മൾ ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ്? ഷാൾ ഐ കം വിത്ത് യു, ഷാൾ ഐ കം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ വരട്ടെ.
ശബ്ദം ഉണ്ടാക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. എങ്ങനെ പറയാം? ഡോണ്ട് മേക്ക് നോയ്സ്, ഡോണ്ട് മേക്ക് നോയ്സ്. അല്ലെ, നമ്മൾ ക്ലാസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ പുറത്തൊന്നും ശബ്ദം ഒന്നും ഉണ്ടാക്കരുത് നമ്മൾ പറയാം അല്ലെ. എങ്ങനെയാണ്? ഡോണ്ട് മേക്ക് നോയ്സ്. എന്റെ കൈ പിടിക്കൂ, എന്റെ കൈ പിടിക്കൂ. അല്ലെ, ഒരു പാലമൊക്കെ ഒന്ന് കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ പേരൻസ് നമ്മളോട് ഉണ്ടെങ്കിൽ നമ്മളോട് പറയും എന്റെ കൈ പിടിച്ചോ, പേടിക്കാതെ എന്ന് പറയാം അല്ലെ. എങ്ങനെയാണ്? ഹോൾഡ് മൈ ഹാൻഡ്, ഹോൾഡ് മൈ ഹാൻഡ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ക്ലാസ്സസ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.